പ്രതിഭട്ട പൊതുവെ നമ്മുടെ ഇടയിൽ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട് 3 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ ജാതകം എഴുതാൻ പാടില്ല എന്നുള്ളത്. ആക്ച്വലി ഈ ജാതകത്തിലൊക്കെ ഒരു സത്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതേപോലെ ഈ ഒരു കോൺസെപ്റ്റ് നിലനിൽക്കുന്നുണ്ടല്ലോ, 3 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ജാതകം എഴുതാൻ പാടില്ല എന്നുള്ളത്. ഇതിൻ്റെ ഒരു വശം എങ്ങനെയാണ്? ഗായത്രി, ബ്രില്യൻ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മൾ അന്ധവിശ്വാസത്തിൽ നിന്നാണ് ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുന്നത്. അത് ചെയ്യരുത്, ഇത് ചെയ്യാം, അങ്ങനെ ചെയ്തുകൂടാ, ഇങ്ങനെ ചെയ്തുകൂടാ. ഭാരതീയ ജ്യോതിശാസ്ത്രം അനുസരിച്ചിട്ട് ജ്യോതിശാസ്ത്രം സത്യമുണ്ടോ എന്ന് ചോദിച്ചു, വളരെ 100% ആക്യുറസിയുള്ള ഒരു എന്താ പറയുക ഒരു സബ്ജക്റ്റാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. അതായത് വേദത്തിൻ്റെ കണ്ണ്, വേദാംഗം. അപ്പോൾ നമ്മുടെ ഈ ഭാരതീയ സംസ്കാരത്തിനകത്ത് ശരിക്കും മറ്റുള്ള രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ഭാരതീയ സംസ്കാരം എങ്ങനെ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രശസ്തമായ ഒരു സബ്ജക്റ്റാണ് ജ്യോതിഷം. ജ്യോതിഷം 100% ആക്യുറസി ഉള്ളത് തന്നെയാണ്. ജ്യോതിഷത്തിനകത്ത് ഒരുപാട് കണക്കുകളുണ്ട്. അപ്പോൾ ഈ കണക്കുകളാണ് ഓരോ ജ്യോതിഷന്മാരും എങ്ങനെ അത് സ്വായത്തമാക്കുന്നു, എങ്ങനെ ഡെലിവർ ചെയ്യുന്നു, അവിടെയാണ് അത് തെറ്റാണ് ശരിയാണെന്ന് ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ പലരും പറയും കുട്ടികൾക്ക് ജാതകം എഴുതരുതെന്ന്. ഇന്ന് ഹിന്ദു വിശ്വാസിയെക്കാളും അപ്പുറം മറ്റുള്ള മതങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർ കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ ജാതകം എഴുതാറുണ്ട്, അല്ലേ? നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ട്, കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ കുട്ടിയുടെ ഫോട്ടോ എടുത്തുവിടാന്ന് പറയും.